സെക്കൻഡിന്റെ എക്സാം അല്ലേ? അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികളെല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാകുന്ന മിസ്സിന് അറിയാം. അപ്പോൾ നമ്മുടെ മലയാളം സെക്കൻഡിന്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് പ്രിഡിക്റ്റ് ചെയ്താലോ? അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഊഹം മാത്രമാണ്. നമ്മുടെ ഈ ഒരു ചാപ്റ്റേഴ്സിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് എൻ്റെ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ മിസ്സിന്റെ ചാപ്റ്റർ മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻസ് ഇതാ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് കുപ്പായം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ആഡംബരമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമ്മുടെ കുപ്പായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രഭാഷണം തയ്യാറാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭാഷണത്തിന്റെ ഫോർമാറ്റ് എൻ്റെ കുട്ടികൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കാൻ. നമ്മുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ആ ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക. പിന്നെ അതിൽ നിന്നുള്ള ചാപ്റ്ററിന്റെ ഫുൾ കാര്യങ്ങൾ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാവരും എൻ്റെ കുട്ടികൾ നോട്ട് ചെയ്യുക. വേഷഭൂഷാദികളും ആഡംബര ഭ്രമവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ 2 മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വികസനത്തെ കുറിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മുഖപ്രസംഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മുഖപ്രസംഗം സാധാരണ പ്രസംഗത്തെ പോലെയല്ല, നമ്മുടെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണണം. വികസനം പരിസ്ഥിതി സൗഹൃദമാകേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തയ്യാറാക്കേണ്ട ഒരു സംഭവമാണെന്ന് പറയുന്നത് നമ്മുടെ മുഖപ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബഷീറിന്റെ ചാപ്റ്റർ. അപ്പോൾ ബഷീറിന്റെ ചാപ്റ്ററിൽ നിന്നും ബഷീറിന്റെ ക്യാരക്ടർ അല്ലെ, ബഷീറിന് എന്താണ് വളരെയധികം മനുഷ്യ സ്നേഹമുള്ള ഒരാളായിരുന്നു, പ്രകൃതി സ്നേഹിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെയും അതുപോലെ തന്നെ ബഷീറിന്റെയും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു താരതമ്യക്കുറിപ്പ് കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ് ഒരു താരതമ്യക്കുറിപ്പ്. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സിമിലാരിറ്റീസ് ഉൾപ്പെടുത്തുക, പിന്നെയാണ് വ്യത്യാസങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു താരതമ്യക്കുറിപ്പ് നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ നമ്പ്യാർ കവിതകളിലുള്ള പ്രത്യേകതകൾ. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ലഘു ഉപന്യാസം ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഉപന്യാസത്തിനായാലും നമുക്കറിയാം തലക്കെട്ട് വേണം, ഖണ്ഡിക തിരിച്ചെഴുതണം. അപ്പോൾ ആ ഫോർമാറ്റ് കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ലഘു ഉപന്യാസം തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ ആ വാഴവെട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മാർക്കോസ് ചേട്ടൻ്റെ എന്ത് വരാം? കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഥാപാത്ര നിരൂപണം ആവുമ്പോൾ നമുക്കറിയാം ആ ഒരു ക്യാരക്ടർ ആ ഒരു എൻറ്റയർ ആ ഒരു സ്റ്റോറിയിൽ എങ്ങനെയായിരുന്നു അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എൻ്റെ കുട്ടികൾ കഥാപാത്ര നിരൂപണം അടിപൊളിയായിട്ട് എഴുതാനായിട്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുപ്പായം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ഒരു ചോദ്യം. എന്താണ്? കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ ഈ പറയുന്ന കുപ്പായത്തിന് പങ്കുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്ത് വരാം? ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ വരാനും സാധ്യതയുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ലൈവ് എല്ലാവരും എന്ത് ചെയ്യുക? എടുത്ത് കാണണം. അതുപോലെ തന്നെ നാളത്തെ എക്സാമിന് എന്ത് ചെയ്യുക? മറക്കാതെ ഈ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് പഠിക്കാം. മോർണിംഗ് ബൂസ്റ്റിനും കറക്റ്റ് ആയിട്ട് വരാം കേട്ടോ.